എല്ലാ കാര്യങ്ങളും നമ്മുടെ ആധാറുമായി ലിങ്ക്ഡ് ആണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആകട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ സിം എടുക്കുന്നതാകട്ടെ, ഒരു EMI ഉപയോഗിച്ചിട്ട് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നതിന് പോലും നമ്മുടെ ആധാർ കാർഡ് വേണം. എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് ഒരു ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആധാർ കാർഡിനകത്ത് നമ്മുടെ എല്ലാ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളും സേവ്ഡ് ആണ്. ഈവൻ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്, ഐറിസ് പോലെയുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഈ ഒരു ആധാറിനകത്ത് സേവ്ഡ് ആണ്. അപ്പോൾ ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയ ഒരു ഡാറ്റ ആരെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഉദാഹരണത്തിന് നമ്മുടെ ബയോമെട്രിക് വിവരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വരെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി തെഫ്റ്റോ അല്ലെങ്കിൽ പ്രൈവസി ത്രട്ടനിങ്ങോ അങ്ങനെ പല കാര്യങ്ങളും, ഒരുപാട് മിസ്യൂസുകൾ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബയോമെട്രിക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൈവസി അടങ്ങുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള ഒരു ഡാറ്റ നമ്മളറിയാതെ മറ്റാരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? നമ്മൾ ഈ സാധനം പല സ്ഥലങ്ങളിലും കൊണ്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സിം എടുക്കണം, ആ ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മൾ പണ്ട് ഒരുപാട് മൊബൈൽ കടകളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഓർമ്മയില്ലേ? അപ്പോൾ അത്തരത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ആധാറിൻ്റെ കോപ്പികൾ കൊടുക്കാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ഇപ്പോൾ സർക്കാർ ഓഫീസിൽ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ആധാറിൻ്റെ കോപ്പി കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൊടുക്കുന്ന ആധാർ ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത്. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന myAadhar.uidai.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് തുറക്കുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ നമ്പരും താഴെ കാണുന്ന ഒരു ക്യാപ്ച കോഡ് ആ ബോക്സിൽ കാണുന്ന കാര്യം അതുപോലെ ടൈപ്പ് ചെയ്ത് ലോഗിൻ വിത്ത് OTP എന്നത് ക്ലിക്ക് ചെയ്യുക. ആധാർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. OTP നൽകി ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ഓതൻറ്റിക്കേഷൻ ഹിസ്റ്ററി എന്നുണ്ടാവും, അത് ഓപ്പൺ ആക്കുക. ഇവിടെ സെർച്ച് മൊഡാലിറ്റി എന്ന ഭാഗത്ത് ആളെന്നുള്ളത് തന്നെ കൊടുക്കാം. ഇവിടെ സ്റ്റാർട്ട് ഡേറ്റും എൻഡിങ് ഡേറ്റും കൊടുക്കണം. അതായത് നമുക്ക് എന്ന് മുതൽ എന്ന് വരെയുള്ള വിവരങ്ങളാണോ ലഭിക്കേണ്ടത്. ഞാനിപ്പോൾ നവംബറിന് പകരം ഒരു ജനുവരി മുതലുള്ള അല്ലെങ്കിൽ ഒരു മെയ് മുതലുള്ള വിവരങ്ങൾ തിരയുകയാണ്. മെയ് 2024 മുതൽ ഇന്ന് വരെയുള്ള വിവരങ്ങൾ ഞാൻ തിരയുകയാണ്. ഫെച്ച് ഓതൻറ്റിക്കേഷൻ ഹിസ്റ്ററി കൊടുക്കുന്നു. 22% ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ബയോമെട്രിക് 55, ഡെമോഗ്രാഫിക്ക് 22. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നും ഏതൊക്കെ സമയത്താണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. താഴേക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ്, ഏതൊക്കെ ഇപ്പോൾ കൂടുതലും കൊടുത്തിട്ടുള്ളത് സർക്കാർ സ്ഥാപനങ്ങളാണ്. അതായത് അക്ഷയ സെൻറ്ററുകളിലും മറ്റും ഉപയോഗിച്ചതായിട്ടൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പല സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ ഉപയോഗിച്ച് പ്രൈവറ്റ് കമ്പനികളിലൊന്നും എൻ്റേത് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ AUA നെയിം എന്ന ഭാഗത്താണ് ഏത് ആവശ്യത്തിനാണ് ഉപയോഗിച്ചത് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ഡേറ്റിലത്തെ ട്രാൻസാക്ഷൻ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആധാർ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് പറയാവുന്നതാണ്. ഒരു ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് മെയിലായും ഈ ഒരു പരാതി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡാറ്റയാണ്, അത് മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നോ എന്ന് ഇത്തരത്തിൽ കണ്ടെത്താം. ഏതൊക്കെ ട്രാൻസാക്ഷനുകൾ ഉപയോഗിച്ചോ അതെല്ലാം ഇവിടെ റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഉപയോഗിച്ചതല്ലാത്ത ഏതെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് അതോറിറ്റിയെ അറിയിക്കുക.